ഇരിക്കുന്ന എന്റെ സമയം വിനിയോഗിക്കാൻ വേണ്ടി ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്റെ ചില സുഹൃത്തുക്കളെ കൂടി ചേർന്ന് തുടങ്ങിയ ബ്രിട്ടീഷ് മലയാളി ഇന്ന് വളർന്ന് 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 UK-യിലെ മലയാളികളുടെ ജീവിതത്തിന്റെ സ്പന്ദനമായി മാറുകയും എനിക്കപ്പുറം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചെറിയ താല്പര്യങ്ങളിൽ തുടങ്ങിയ പ്രസ്ഥാനം അതിന് എഡിറ്റോറിയൽ പോളിസി നിശ്ചയിക്കുവാനായിട്ട് എനിക്ക് പോലും കഴിയാത്ത തരത്തിൽ വളരുകയും UK-യിലെ മലയാളികളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ വളരുകയും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ കണ്ണു നിറയാതിരിക്കും? ഇന്ന് 50ഓളം വരുന്ന ഒരു ടീം ബ്രിട്ടീഷ് മലയാളിയെ നയിക്കാം. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിത സാഹചര്യത്തിൽ എന്റെ കുഞ്ഞിന് വലിയൊരു ഞാൻ UK-യിൽ നിന്ന് പോകുമ്പോൾ പകരം എന്റെ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളെ എഡിറ്റർ ഇൻചാർജായി ചുമതല ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇത് ബ്രിട്ടീഷ് മലയാളി എന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറം. ഞാൻ 1.5 കൊല്ലം മുൻപ് UK-യിലെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ 10,000 പേര് ഒരു ദിവസം വായിക്കുകയും 50,000-ഓളം പേര് മൊത്തത്തിൽ എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ ദിവസവും വായിക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു യൂണിക് റീഡേഴ്സ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് മലയാളി. ഇന്ന് ഞാൻ 1.5 കൊല്ലം ഈ രാജ്യത്ത് നിന്ന് മാറി നിന്നപ്പോൾ ഒരു ദിവസം 25,000 പേര് വായിക്കുകയും 1,00,000-ഓളം യൂണിക് റീഡേഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന് എനിക്ക് കടപ്പാട് എന്റെ ടീം അംഗങ്ങളോടും ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിലെ എന്നേക്കാൾ പവർഫുൾ ആയി വളർന്നിരിക്കുന്ന KR ഷൈജുമോനെയും സാബു ചുണ്ടക്കാടിനെയും ടോമിച്ചൻ മുഴുവനാലിനെയും KD ഷാജിമോനെയും പോലെയൊക്കെയുള്ള എന്റെ ടീം അംഗങ്ങളോടും ബ്രിട്ടീഷ് മലയാളിയെ നെഞ്ചിലേറ്റുന്ന പ്രിയപ്പെട്ട UK-യിലെ മലയാളികൾ, ബ്രിട്ടീഷ് മലയാളിയുടെ രാഷ്ട്രീയം, ബ്രിട്ടീഷ് മലയാളിയുടെ മതം, ബ്രിട്ടീഷ് മലയാളിയുടെ ജീവിതം എന്ന് പറയുന്നത് UK-യിലെ മലയാളികളുടെ സ്പന്ദനമാണ്. ഷാജൻ സ്കറിയയുടെയോ KR ഷൈജുമോന്റെയോ ഷംഷാദ് മുഹമ്മദിന്റെയോ സാബു ചുണ്ടക്കാടിന്റെയോ ടോമിച്ചൻ മുഴുവനാലിന്റെയോ ചിന്തകളോ താല്പര്യങ്ങളോ അതാണ് ബ്രിട്ടീഷ് മലയാളി UK-യിലെ മലയാളികളുടെ പ്രിയപ്പെട്ട ഇന്ന് 70ഓ 75ഓ ഫാമിലി കുടുംബങ്ങൾ മാത്രമുള്ള സ്വിൻഡനിൽ ഈ ഭാഗം നിറഞ്ഞു കവിഞ്ഞ് ശാന്തമായി ആളുകൾ മണിക്കൂറുകളോളം ഇരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ബ്രിട്ടീഷ് മലയാളി മാറുന്നെങ്കിൽ അത് എന്റെയോ ഞങ്ങളുടെ ടീം അംഗങ്ങളുടെയോ എടുക്കല്ല, നിങ്ങളുടെ, എന്റെ പ്രിയപ്പെട്ട വായനക്കാരുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രിട്ടീഷ് മലയാളികളുടെ ജീവിതത്തിന്റെ സ്പന്ദനം സ്പർശിക്കും. ഞങ്ങളുടെ നിലപാടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ പറയും. വിമർശിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ആ വിമർശനവും ജീവിതത്തില് അമ്മയെ തല്ലിയാലും 2 പേരുണ്ടെന്ന് പറയുന്ന മാതിരി നമുക്കാർക്കും ഒരുപോലെ ജീവിതം തീരുമാനിക്കുന്നത് പലർക്കും പല അഭിപ്രായം. പക്ഷേ സമൂഹത്തിന്റെ അഭിപ്രായം എന്താണ്, ഒരു ജനതയുടെ അഭിപ്രായം എന്താണ്, അതാണ് ബ്രിട്ടീഷ് മലയാളി. നമ്മുടെ ചുറ്റും വളർന്നു വരുന്ന ജീവിതത്തിന്റെ വ്യഥകൾ, നാം നമ്മെ തന്നെ മറന്നു പോകുന്ന ജീവിതാനുഭവം, ആ ജീവിതാനുഭവങ്ങൾക്കിടയിൽ നമുക്ക് ഒരു ശാന്തി നൽകും, അശാന്തിയും നൽകുമെന്ന് തീർച്ചയായും. കാരണം അത് വാർത്താ മാധ്യമം എന്ന നിലയിൽ കഴിയുന്നത് നിങ്ങളുടെ ശക്തിയാണ്. കള്ളച്ചൂതിൽ സഹജാതരെ തോൽപ്പിച്ച് അരക്കില്ലത്തിൽ പിടിച്ചടച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച മഹാഭാരത ഖലന്മാർ ധാരാളം ജീവിച്ചിരിക്കുന്നതാണ്. കള്ളു ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ ചിത്രം അലങ്കരിച്ചു വെച്ച് അതിന് കീഴിൽ നിന്ന് വ്യാജമദ്യം വിറ്റ് കാശുണ്ടാക്കുന്ന വ്യാജപ്രവാചകന്മാർ. ഒരു മരം മുറിക്കുമ്പോൾ പൊട്ടിക്കരയുകയും ഒരു കാട് മുഴുവൻ കുടിക്കുമ്പോൾ കണ്ണിൽ നിന്ന് മരിക്കുകയും ചെയ്യുന്ന പ്രകൃതി സ്നേഹികൾ നിറഞ്ഞ നാടാണ്. അപ്പന്റെ വംശം അന്യം നിന്ന് പോകാതിരിക്കാൻ അപ്പനെ പിടിച്ച് കള്ളു കൊടുത്ത് മയക്കി സഹശയനം നടത്തുന്ന ബൈബിൾ കഥാപാത്രങ്ങൾ ധാരാളം ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ലജ്ജ തോന്നും. ഈ കൊച്ചു കേരളത്തെ പിടിച്ച് ചെത്തിച്ചീകി ഏറുവമ്പരമാക്കി മന്ദൻ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തന്തമാരുടെ നാമം നമ്മുടെ അവിടെ ജീവന്റെ ഒരു തുടിപ്പ്, ആവേശത്തിന്റെ ഒരു തുടിപ്പ്, അംഗീകാരത്തിന്റെ ഒരു തുടിപ്പ്. അതാണ് ബ്രിട്ടീഷ് മലയാളിയുടെ വളർച്ചയുടെ സ്വാഭാവികമായ പ്രക്രിയയാണ് ഫാദർ സെബാസ്റ്റ്യൻ കല്ലത്തച്ഛനെയും ഉഴവൂർ സംഗമത്തെയും ആദർശിനെയും അംഗീകരിക്കും. ഇന്ന് സ്വിൻഡനിൽ നടന്നത് ഒരു ചെറിയ കാലത്തെ പ്രയത്നം കൊണ്ടുള്ള സ്വിൻഡനിലെ ഈ സുഹൃത്തുക്കളുടെ, എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ല, സുജിത്തിനെ പോലുള്ള സ്വിൻഡനിലെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസാധാരണമായ കഠിന പ്രയത്നം ഞാൻ അവരുടെ മുമ്പിൽ നമിക്കുന്നു, ഞാൻ അവരുടെ മുമ്പിൽ ശിരസ് കൊടുക്കുന്നു. ഞങ്ങളുടെ റെസിഡന്റ് KR ഷൈജുമോന്റെ അസാധാരണമായ ആത്മാർത്ഥത ഞാൻ അവരുടെ മുമ്പിൽ നമിക്കുന്നു. ഞങ്ങളുടെ ടീം അംഗങ്ങളുടെ മുഴുവൻ ആത്മാർത്ഥത.
ഈ മുഹൂർത്തം